ഹായ് ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും ലേറ്റസ്റ്റ് റിലീസ്ഡ് ആയിട്ടുള്ള ഒരു ആനിമേഷൻ മൂവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. സ്വാപ്ഡ് എന്നാണ് ആനിമേഷൻ മൂവിയുടെ പേര്. ഓൾമോസ്റ്റ് ലൈക്ക് ഫസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ജസ്റ്റ് റിലീസ് ആയിട്ടുള്ളൂ, ഭയങ്കര ട്രെൻഡിങ് ഒക്കെയാണ് സംഭവം. ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയൊരു ഫീൽ ഗുഡ് മൂവി, അതാണ് സ്വാപ്ഡ്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ആ ഒരു ഫോട്ടോ കാണുമ്പോൾ, ഫിലിമിൻ്റെ പോസ്റ്റർ കാണുമ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നൊക്കെ ഏറെക്കുറെ മനസ്സിലാവും. അത്രേ ഉള്ളൂ. അത് സിമ്പിൾ സ്റ്റോറി, പക്ഷെ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ എൻവയൺമെന്റിലാണ്. നല്ലൊരു ഫോറസ്റ്റും, അറിയാലോ ആനിമേഷൻ മൂവീസിലെ ഫോറസ്റ്റ് സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവും. ഇതും അതേപോലെ നെറ്റ്ഫ്ലിക്സ് ഡയറക്റ്റ് റിലീസാണ്. തിയേറ്ററിലൊന്നുമല്ല, ഡയറക്റ്റ് നെറ്റ്ഫ്ലിക്സ് റിലീസാണ്. സംഭവം നല്ല ഭംഗിയുള്ളൊരു പടം. ആൻഡ് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ ഒരു കിടിലൻ ട്വിസ്റ്റും ഉണ്ട്. സാധാരണ ഇങ്ങനെ ആനിമേഷൻ മൂവീസിൽ ഡിസ്നിയുടെ വെച്ചുണ്ടാവും, പിക്സാറിൻ്റെ ഉണ്ടാവും, പക്ഷെ അല്ലാതെ ഉണ്ടാവുന്ന ആനിമേഷൻ മൂവീസിൽ നമുക്ക് അങ്ങനെ ട്വിസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിൽ നല്ലൊരു കിടിലൻ ട്വിസ്റ്റൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഒരു നോർമൽ ഫിലിം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാനുള്ളതല്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളിപ്പോൾ മറ്റേ റോബോട്ടിൻ്റെ പടം കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു റോബോട്ട് ഒരു അമ്മയിട്ട് തന്നെ ഒരു ഡക്കിനടുത്ത് ഡക്കോ ഏതൊരു ജീവനെടുത്ത് വളർത്തുന്നത് നല്ലൊരു ഹിറ്റായിട്ടുള്ളൊരു പടമായിരുന്നു. ഇത് അത്രയ്ക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ടു നോക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിന് കുറച്ച് കീഴ് വെക്കാൻ പറ്റുന്നൊരു, അതിൻ്റെ അത്ര വരില്ല ഉറപ്പാ. ഓക്കെ, നല്ലൊരു പടം, നല്ല കുറേ സീൻസൊക്കെ ഉണ്ട്. നല്ല എൻഗേജിങ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് വരെ ഇരുന്ന് കാണാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഈ വർഷത്തെ, അതായത് 2025 ഓസ്കാർ അവാർഡ് വിന്നർ ആയിട്ടുള്ള മൈക്കൽ ബി ജോർദനാണ് ഇതിൽ മെയിൻ ക്യാരക്ടറിന് വോയിസ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് വോയിസ് കൊടുത്ത പല 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 ആൾക്കാരുണ്ട്, അതിനെപ്പറ്റി എനിക്ക് വലിയ അറിവില്ല. പക്ഷെ ഈ ഒരു കാര്യങ്ങൾ നോട്ട് ചെയ്തോ, അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. വിഷ്വലി നല്ല രസമുണ്ട്, നല്ല അടിപൊളി. ഏറ്റവും വലിയ പ്രധാനം ഇതിന്റെ മ്യൂസിക്കാണ്. കിടിലം മ്യൂസിക്. ഓരോരോ സീനൊക്കെ വരുമ്പോൾ കിടിലം മ്യൂസിക് വരുന്നുണ്ട്. ഹൈ ലെവൽ എന്നല്ല പറയുന്നത്, പക്ഷെ നല്ല മ്യൂസിക്, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക്കാണ് വരുന്നത്. ആൻഡ് സ്റ്റോറി ഈസ് ഗുഡ്. എന്തായാലും കണ്ടു നോക്കുക. ഒരു പക്ക ഫീൽ ഗുഡ് വെറുത്ത് മൂവിയാണ്, മിസ്സാക്കണ്ട. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ആൻഡ് വേറെ എവിടെയൊക്കെ അവൈലബിൾ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ശരി, ബൈ.